ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ തായ്ലൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ സ്ഥലങ്ങൾ കറങ്ങാനുണ്ട്. സാഞ്ചുറി ഓഫ് ട്രൂത്ത്, ടൈഗർ പാർക്ക് ആൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഈ 3 പ്ലേസസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അയ്യാര ഗ്രാൻഡ് ഹോട്ടലാണ്. അഗോഡ വഴി ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2600 തായ് ബാട്ടിനാണ് നമ്മളിത് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മോർണിംഗ് ആയപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസും കണ്ടുകൊണ്ട് ഞങ്ങൾ എണീറ്റ് നേരെ വണ്ടി വിട്ടത് സാഞ്ചുറി ഓഫ് ട്രൂത്തിലേക്കാണ്. അതിനു മുന്നേ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ മണി എക്സ്ചേഞ്ചിൽ പോയി കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മളൊരു സ്കൂട്ടി റെൻറ്റിനെടുത്തു. സ്കൂട്ടിക്ക് ആയത് ഏകദേശം 500 തായ് ബാട്ടായിരുന്നു. നാട്ടിൽ ഏകദേശം ഒരു 1200 റുപ്പീസ് വരും. ഒരു നല്ലൊരു സ്കൂട്ടി ആയിരുന്നു അത്. കാരണം നമുക്ക് ഒരു കുലുക്കവും ഒന്നും അറിയാണ്ട് നമുക്ക് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർ നമുക്ക് ഹെൽമെറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യാൻ ഇത് കാരണം നല്ലൊരു വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് എടുക്കാൻ കാരണം നമ്മൾ വേറൊരു നാട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു ഇഞ്ചുറീസും ആക്സിഡൻസും ഒന്നും പറ്റാൻ പാടില്ലല്ലോ. സോ ഞങ്ങൾ നല്ലൊരു വണ്ടി തന്നെയാണ് അതുകൊണ്ട് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ പട്ടായ സിറ്റിയൊക്കെ കറങ്ങി അവിടുത്തെ മോൾസും എല്ലാം കണ്ട് നമ്മൾ നേരെ സാഞ്ചുറി ഓഫ് ട്രൂത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതെന്ന് പറയണത് ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം ആണ്. പട്ടായയിലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ഒരു മ്യൂസിയം ആണ് ഇത്. നമുക്ക് കറക്റ്റ് കണ്ടാൽ തന്നെ അറിയാം, ഒരു ടെമ്പിൾ ലുക്കാണ് ഈ മ്യൂസിയം കാണാൻ പറ്റുന്നത്. എല്ലാവരും എന്തായാലും കാണാൻ പോവേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല ഈ സ്ഥലം. ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് തന്നെയാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. പിന്നെ അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ആംഗിൾസ് ഉണ്ട് അവിടെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ ആംഗിൾസ് ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രസ്സിങ് ഫോമാറ്റ് ഉണ്ട്. നമ്മൾ ഗേൾസ് ആണെങ്കിൽ മുട്ടിന് താഴെ ഇറങ്ങുന്ന ഡ്രസ്സും അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഡ്രസ്സും ഇടാൻ പാടില്ല. മെൻസിന് അത് മുട്ടിന് താഴെ ഇറങ്ങുന്നതും സ്ലീവ്ലെസ് ആയിട്ടുള്ള വെയേഴ്സ് അവർ വിയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഇട്ടിട്ട് വരികയാണെങ്കിൽ അവർ തന്നെ നമുക്കൊരു ഡ്രസ്സ് മീൻസ് ഒരു ഷോളോ അങ്ങനെ എന്തെങ്കിലും കവർ ചെയ്യാനായിട്ട് നമുക്ക് തരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കോഷൻ ഡെപ്പോസിറ്റ് അവിടെ അടയ്ക്കേണ്ടതാണ്. ഒരാൾക്ക് 500 തായ് ബാട്ടാണ് എൻട്രി ടിക്കറ്റ് വന്നത്. അപ്പോൾ ഇതാണ് സാഞ്ചുറി ഓഫ് ട്രൂത്ത് മ്യൂസിയം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ കാണുന്ന പോലെയൊന്നുമല്ല. ഇതിൽ കാണുന്ന പോലെ എല്ലാവർക്കും അവിടെ കയറുമ്പോൾ തന്നെ ഒരു ക്യാപ്പ് തരും. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള മ്യൂസിയം ആണ്. ഈ ഒരു മ്യൂസിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ എൻറ്റയർ കൺസ്ട്രക്ഷനും വുഡ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിന്റെ വണ്ടറിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1981 സ്റ്റാർട്ട് ചെയ്ത കൺസ്ട്രക്ഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ടൂറിസ്റ്റുകൾക്കൊക്കെ ഇവിടെ എൻട്രി ഉണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ പുലിക്കുട്ടന്മാരുടെ അടുത്തേക്കാണ്. ഇവിടെ ഒരുപാട് ടൈഗേഴ്സ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് മീഡിയം ടൈഗർ ആണ്. ടൈഗറിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ടാണ്. അല്ലാതെ നമ്മൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞങ്ങൾ ചൂസ് ചെയ്ത ഒരു മീഡിയം ടൈഗർ ആയിരുന്നു. അറൗണ്ട് വന്നത് 700 തായ് ബാട്ട് പെർ പേഴ്സൺ ആയിരുന്നു. പിന്നെ ഒരു കാര്യം, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഫോട്ടോസ് എടുക്കും. ഏറ്റവും അവസാനം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആ ഫോട്ടോസ് അവർ പ്രിന്റ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ പുലിക്കുട്ടൻ്റെ ഒപ്പം ഫോട്ടോ എടുത്ത് ഞങ്ങൾ നേരെ വിട്ടത് അടുത്തുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കായിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഒരാൾക്ക് 200 തായ് ബാത്ത് ആയിരുന്നു എൻട്രി ടിക്കറ്റ് വന്നത്. ഇവിടെ ഒരുപാട് എക്സ്ട്രാ എന്റർടൈനിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എലിഫന്റ് സഫാരി, ബോട്ടിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളത് ചൂസ് ചെയ്തില്ല. കാരണം എനിമൽ ഷോസ് ഒക്കെ നമ്മൾ സഫാരി വേൾഡിൽ വെച്ച് കവർ ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ സൂപ്പർ ഡ്യൂപ്പർ ബോട്ടിങ് ഐലൻഡ് ട്രിപ്പിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അത് രണ്ടും ഇവിടെ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ഇവിടം തൊട്ടാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട്. നമുക്ക് എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആലപ്പുഴ വൈബാണ് കേട്ടോ കിട്ടുക. അങ്ങനെ ഞങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു ഒരു മാംഗോ ഷേക്ക് വാങ്ങി. ഇതാണ് നമ്മുടെ
മാംഗോ സ്മൂത്തി. ഇത് ഭംഗിയാ, കുടിക്കാൻ കൊതിയായിട്ടിരിക്കുന്നവരോ. അത് കഴിക്കാൻ പറ്റില്ല മാംഗോ. ടേസ്റ്റ് ഉണ്ടാ? യമ്മി. അതൊരു മാംഗോ സ്മൂത്തി ആയിരുന്നു ആക്ച്വലി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സ്വീറ്റ്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തായ് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു, ഇവർ എല്ലാ കടയുടെ മുന്നിലും ഒരു പൂജ ചെയ്ത പോലത്തെ ഒരു സംഭവം വെക്കും. ഒരു പ്ലേറ്റിൽ ചന്ദനത്തിരി, പൂവ്, അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ദൈവങ്ങൾക്ക് കാഴ്ച വെക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലുള്ള ഫാൻഡ, സ്പ്രൈറ്റ്, അതൊക്കെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രിങ്ക്സ് ഒക്കെ ഇവർ ദൈവങ്ങൾക്ക് കൊടുക്കും. അതെന്തിനാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഭയങ്കര വില കുറവാണ്. ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ ഡ്രസ്സും ഇവിടെ നിന്നേ വാങ്ങി എൻ്റെ ബാഗ് നിറച്ചു കൊണ്ടുപോയിട്ടാണ് വന്നത്. അതുകൊണ്ട് എൻ്റെ ബാഗിൽ ഒരിറ്റ് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ മനസ്സ് വിഷമിച്ച് ഞാനിതെല്ലാം കണ്ട് ആസ്വദിച്ചു വന്നു. പിന്നെ ഒരുപാട് മലയാളീസ് ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ മലയാളീസിനെ കണ്ടായിരുന്നു. നമ്മൾ സഫാരി വേൾഡ് പോയപ്പോഴാണെങ്കിലും ഇപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നപ്പോഴാണെങ്കിലും ഒരുപാട് മലയാളീസ് ഇവിടെ ഉണ്ട്. ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് കൺട്രി തന്നെയായിരുന്നു തായ്ലൻഡ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ട്രിപ്പ് 2 സെക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. മീൻസ് നമുക്ക് ഒരു എൻ്റർടൈനിങ് ഏരിയ ആണെങ്കിൽ നമുക്ക് ബാങ്കോക്ക്, പട്ടായ ഒക്കെ കറങ്ങി, ആൻഡ് ദെൻ ഒരു റിലാക്സിങ് മൂഡാണെങ്കിൽ നമുക്ക് ഐലൻഡ് ട്രിപ്പിലേക്കും പോവാം. ഐലൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഐസൊലേറ്റഡ് ഏരിയ ആണ്. അവിടെ നമ്മൾക്ക് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ പോലത്തെ റഷ് ഒന്നുമില്ല. നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനാണെങ്കിൽ നമുക്ക് ഐലൻഡ് ട്രിപ്പ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ അവൻ എന്തൊക്കെയോ ടീഷർട്ടൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. നല്ലൊരു വൈറ്റ് ഡ്രാഗണിൻ്റെ ടീഷർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഐലൻഡ് ട്രിപ്പിൽ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാനവിടെ പോയി ബോട്ടിംഗ് ഒക്കെ കണ്ടു. മസാജ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മസാജിങ് കോർണറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നൈസായിട്ട് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അവരെന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു. തായിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴാണ് ഒരു അച്ഛനും മോളും പെയിൻറ്റിങ്സ് ചെയ്യുന്നു. അത് അവർ സെല്ലിയും കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അവർക്കൊരു ഇൻകം ജനറേറ്റിംഗ് മെത്തേഡാണ് അവരവിടെ ചെയ്യുന്നത്. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടു നിന്ന് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള പ്ലാനിങ് തുടങ്ങി. അടുത്ത് നമ്മൾ പോകുന്നത് പട്ടായ സിറ്റി ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ പട്ടായ സിറ്റിയിലോട്ട് പോയി. അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സിറ്റി കൂടിയൊക്കെ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയി നേരെ ഡിന്നർ അവിടുത്തെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നേരെ നമ്മൾ ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ പൂളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പിന്നെ പോയത് നമ്മൾ പൂളിലോട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.